ISROയുടെ ഒരു റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. അതിൽ എന്താണ് പറയുന്നത് എന്നുകൂടി നോക്കാം. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ റഡാർ ഉപഗ്രഹ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ്. 40 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനോട് അടുത്താണ് പുതിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ചിത്രം വ്യക്തമാക്കുന്നത്. മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പാറക്കല്ലുകളും അവശിഷ്ടങ്ങളും ഏകദേശം 8 കിലോമീറ്ററോളം താഴേക്ക് ഒഴുകിയതായും ISROയുടെ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ടിക് സെൻസിംഗ് സെന്റർ പുറത്തുവിട്ട ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഹരിമോഹൻ ചേരുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഹരി, ഈ ചിത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി വ്യക്തമാകുന്നുണ്ട് എന്നാണ് ISROയുടെ നിഗമനം? പ്രമോദ്, ഉരുൾപൊട്ടലിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങളാണ് ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ അഥവാ NRSC, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന NRSC പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ISROയുടെ അത്യാധുനിക കാർട്ടോസാറ്റ് 3 ഒപ്റ്റിക്കൽ ഉപഗ്രഹവും ഒപ്പം തന്നെ ക്ലൗഡ് കവറിലേക്ക്, അതായത് ഈ മേഘാവൃതമായിരിക്കുമ്പോൾ പോലും അത് തരണം ചെയ്തുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്താൻ ശേഷിയുള്ള റിസാറ്റ് ഉപഗ്രഹവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. 2 ദിവസങ്ങളായിട്ടുള്ള ചിത്രം, അതായത് ഉരുൾപൊട്ടലിന് മുൻപുള്ള ചിത്രം പകർത്തിയിരിക്കുന്നത് മെയ് 22-നാണ്. ഒപ്പം ഉരുൾപൊട്ടലിന് ശേഷമുള്ള ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ജൂലൈ 31-നാണ്, കഴിഞ്ഞ ദിവസമാണ്. ഈ 2 ചിത്രങ്ങളുമാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഈ അവശിഷ്ടങ്ങളുടെ ഒഴുക്ക് നദിയുടെ ഗതി വിശാലമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതിൽ വ്യക്തമായി വരച്ചിടുന്നുണ്ട്. ഒപ്പം തന്നെ തീരത്തെ വീടുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ വന്നതായും അതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിൽ പോലും അത് ISROയുടെ അല്ലെങ്കിൽ NRSCയുടെ ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ അതിൽ കാരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കനത്ത മഴയെ തുടർന്നാണ്, അതായത് ഈ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരുന്നു. ആ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഉത്ഭവമാണ് ഈ പറയുന്ന 1550 മീറ്ററിന്റെ മുകളിൽ ഉയരത്തിലുള്ളത് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 40 വർഷം മുമ്പ് 1984 ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് അതേ സമീപത്ത് തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ടുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രവും എന്നുകൂടി ഈ സാറ്റലൈറ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്തരം ദുരന്തങ്ങൾക്കുള്ള പ്രദേശത്തിന്റെ ഒരു അപകട സാധ്യത കൂടി മനസ്സിലാക്കി തരുന്നതാണ് വിവിധ തരത്തിലുള്ള ആ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് 8 കിലോമീറ്ററോളം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി അത് 8 കിലോമീറ്ററോളം താഴേക്ക് ഒഴുകിയതായി, അതൊരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്ക് എന്ന നിലയ്ക്കാണ് NRSC അവതരിപ്പിച്ചിരിക്കുന്നത്. 8 കിലോമീറ്റർ അല്ല, അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ ഒരു ഏകദേശ കണക്കെന്നുള്ള നിലയിൽ 8 കിലോമീറ്ററോളം താഴേക്ക് ആ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഈ 40 വർഷം മുമ്പത്തെ പ്രഭവ കേന്ദ്രത്തിന്റെ ചിത്രം വളരെ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. 2 വശത്തായിക്കൊണ്ട് ഏറ്റവും ഒടുവിലായി കാണുന്ന ചെറിയ ചുവപ്പ് നിറത്തിലുള്ള ആ ചിത്രമാണ് മുൻപുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സൂചിപ്പിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. മറ്റെല്ലാം ഇപ്പോൾ ഉണ്ടായതും ഒപ്പം തന്നെ ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പും, അതായത് 2 മാസങ്ങൾക്ക് മുൻപ് മാത്രം ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അതാണ് ഇപ്പോൾ NRSC പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് 2023 ISRO ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ലാൻഡ്സ്ലൈഡ്സ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ എന്നാണ് ആ റിപ്പോർട്ടിന്റെ പേര്. അത് മാത്രമല്ല, അതിനകത്ത് ഈ വയനാട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അത് തയ്യാറാക്കിയിരിക്കുന്നത് ISRO ചെയർമാൻ സോമനാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളും ഈ ISRO പുറത്തുവിട്ട പുതിയ ചില രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി ഇതിനകത്ത് വ്യക്തമാക്കിക്കൊണ്ടാണ്, അതിന്റെ വ്യാപ്തി കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ ഒഴുക്കിനെ വളരെ കൃത്യമായി വരച്ചിട്ടുകൊണ്ടാണ് അത് പോകുന്നത്. ഈ 40 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ അന്ന് 14 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. പക്ഷേ 40 വർഷത്തിന് ശേഷം 2023 മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അതും സമാനമായിട്ടുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള പ്രഭവ കേന്ദ്രം തന്നെ അതായി മാറുമ്പോൾ അതിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇത്രയധികം ആളുകൾക്കാണ് എന്നുള്ളത് കൂടിയാണ് ഇതിൽ എടുത്തു കാണേണ്ടത്. പ്രമോദ്.